ഡോക്ടർ ജയരാജ്, ഇദ്ദേഹത്തിൻ്റെ റോയിയുടെ ഈ ഡയറി കുറിപ്പ് കണ്ടെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ വിമർശനത്തിൻ്റെ കാഠിന്യം കുറച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം നാളെ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻകുമാർ സാർ പറഞ്ഞ പോലെ സ്വാഭാവികമായും നമുക്ക് ആ ഒരു കൺക്ലൂഷനിൽ തന്നെ എത്തേണ്ടത്, അതായത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന രീതിയിലുള്ള സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് ഇദ്ദേഹത്തിന് ഒരുപക്ഷെ പുറത്തു വന്നാൽ, ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ മാനഹാനി ഉണ്ടാകുമോ എന്ന് ഭയന്ന് ജീവനൊടുക്കിയതായിരിക്കില്ലേ? ഇതിനകത്ത് അദ്ദേഹത്തിനെ അക്യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത്തരം ടെൻഷൻസ് എന്നൊക്കെ പറയുന്നത് ചെറിയ ടെൻഷൻസ് ആണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ ഇത് ചെറിയ ടെൻഷനായിട്ട് തോന്നുന്നെങ്കിലും മേ ബി ദാറ്റ് സെർവ്ഡ് ആസ് എ ലാസ്റ്റ് സ്ട്രെയിൻ ദ ക്യാമൽസ് ബാക്ക്. ഒരുപാട് ടെൻഷൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു സെക്ഷൻ 132 വെച്ചിട്ട് ഒരു സീഷർ പവർ ഉപയോഗിച്ച് സീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഇതുണ്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് തന്നെ സ്ട്രക്ചറലി ഇംബാലൻസ്ഡ് ആണ്. ഈ പദ്ധതി തന്നെ സ്ട്രക്ചറലി ഇംബാലൻസ്ഡ് ആണ്. അത് പ്രോപ്പറായിട്ട് ജൂറിസ്ഡിക്ഷൻ്റെ അടിസ്ഥാനത്തിലല്ല വാറണ്ടി ഇഷ്യൂ ചെയ്യുന്നതെന്നൊക്കെ പല പല കോടതി വിധികളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട, നേരത്തെ ശ്രീ അനന്തപത്മനാഭൻ പറഞ്ഞതുപോലെ, ഇതിനകത്ത് അന്ന് ഒരുപക്ഷെ റെയ്ഡ് നടന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും ലൈസൻസ്ഡ് റിവോൾവർ ഒരു ഇൻകം ടാക്സ് ഓഫീസർ അവിടെ ഉള്ളപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇത് അവർ സീസ് ചെയ്ത് വെക്കേണ്ടതാണ് ഈ സാധനം. അപ്പോൾ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയൊരു തെറ്റ് അവിടെ കിടപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, അതായത് ഈ കോൺസുലേറ്റിന്റെ ഓഫീസിൽ കയറി ചെന്നാണ് ഇദ്ദേഹം റിവോൾവർ കൈക്കലാക്കിയത് എന്നുള്ളതാണ്. ആ ഓഫീസിലോട്ട് കയറി ചെല്ലാൻ ഇവർക്ക് അനുമതിയില്ല. ഇപ്പോൾ റോയിയുടെ ഓഫീസിലോട് ചേർന്ന് തന്നെയാണ് ഈ കോൺസുലേറ്റ് ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ ഓഫീസിലേക്ക് കയറി ചെന്നാണ് ഇദ്ദേഹം റിവോൾവർ കയ്യിലാക്കി നിറയൊഴിച്ചത്. അപ്പോൾ ആ ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുള്ളൊരു സ്ഥലത്തേക്ക് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടന്നു ചെല്ലാൻ പരിമിതികളുണ്ട്. അതാണ് അദ്ദേഹം ഫലപ്രദമായി ഉപയോഗിച്ചത് എന്ന് ആദായ നികുതി വകുപ്പ് തന്നെ വിശദീകരിക്കുന്നു. പക്ഷേ വാർത്തകൾ വന്നത് അങ്ങനെയല്ല. സ്വന്തം റൂമിൽ വെടിയേറ്റ് മരിച്ചു കിടന്നു, അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു എന്നൊക്കെയാണല്ലോ വാർത്ത വന്നിരുന്നത്. അതിനകത്തൊന്നും നമുക്ക്, പക്ഷേ എന്തായാലും ഒരു ടെൻഷന്റെ പുറത്ത് ഓക്കെ, ഇതാരും തെറ്റിദ്ധരിപ്പിക്കാനോ ആരെങ്കിലും കുറ്റം ചേരാനോ ഉള്ള വിഷയമല്ലല്ലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അത് കൊളാട്രൽ ഡാമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫാമിന് കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു, ആ ഫാമിലിക്ക് കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ വിഷമം ഉണ്ടായിരിക്കുന്നു. മലയാളി എന്നുള്ള നിലയിൽ എനിക്കും വലിയ വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ചിരപരിചിതമായ മുഖം പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ 57 വയസ്സേ ഉള്ളൂ. അത് കാണുമ്പോൾ ഒരു വിഷമം. അതല്ലാതെ ഇതിനകത്ത് വേറെ നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. ഇതിപ്പോൾ ആരെ അക്യൂസ് ചെയ്യാനായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്ന ആളുകൾ കുറ്റം ചെയ്തോ ഇന്ന ആളുകൾ കുഴപ്പം ചെയ്തോ എന്നുള്ളൊരു ജഡ്ജ്മെൻ്റലായിട്ടേ അല്ല ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ ആണിയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയായിട്ട് ചിലപ്പോൾ വർത്തിച്ചെന്നിരിക്കുക, അറിഞ്ഞൂടാ. മേ ബി ഓർ മേ നോട്ട് ബി. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ അല്ല ഇന്ന കാരണം കൊണ്ടാണ് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്തതെന്ന് പറയാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ആത്മഹത്യയുടെ കേസിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയെ പോലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രീവൻസസ് ഹിയർ ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. നേരത്തെ സെൻകുമാർ സാറ് പറഞ്ഞ കണക്കോലെ തുറന്നു പറയാനായിട്ട് ആരും ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കില്ല. ചിലപ്പം ഈ പറഞ്ഞ കണക്കോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും മാനസിക വൈഷമ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. അത് ആർക്കറിയാം. ചിലപ്പോൾ ഈ പുറമേ നമ്മൾ കാണിക്കുന്ന ഒരു പ്രകൃതമായിരിക്കില്ല, ഉള്ളിലൊരു കരയുന്ന കുട്ടി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ, അവിടെ ഒരു എന്താണ് എന്ന് പറയുന്നത്, ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെയായിരുന്നു. നമ്മുടെ ഇടയിലൊക്കെ ഇന്നും ജീവിച്ചേനെയായിരുന്നു. സന്തോഷമായിട്ട് പിന്നെയും ഒരുപാട് സിനിമകളൊക്കെ നിർമ്മിക്കുകയും ഒരുപാട് പേർക്ക് സഹായമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തേനെയായിരുന്നു എന്നാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ടേക്ക്. അതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനിത് ആരെ അക്യൂസ് ചെയ്യാനായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ല, ഈ പറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഖേദിക്കുന്ന ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഖേദിക്കുന്ന എത്ര പേർ, അതായത് ഡോക്ടർ റോയി നിറഞ്ഞു നിന്ന സമയത്ത്, ജീവിതം നിറഞ്ഞാടിയ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര പ്രമുഖരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ ദൃശ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാൻ കേരളത്തിലെ എത്ര പ്രമുഖർ പോയി എന്നുള്ളതാണ്. അതുകൂടി വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് ഡോക്ടർ ജയരാജ്.